നമസ്കാരം. നമ്മളിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും അറിഞ്ഞും അറിയാതെയുമൊക്കെ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്തേ ദൈവത്തിന് കണ്ണും കാതുമൊന്നുമില്ലേ? ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ദൈവം എന്താ ഉറങ്ങുകയാണോ? ഇത്രയും അക്രമങ്ങളും അനീതികളുമൊക്കെ ഈ ലോകത്ത് നടക്കുമ്പോൾ, ഇത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ മനുഷ്യർ അനുഭവിക്കുമ്പോൾ ദൈവം എന്താ ഒന്നും ചെയ്യാത്തത്, ഒന്നും തടയാത്തത്? ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്നാണോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിനൊരു മറുപടി? കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ എൻ്റെ മനസ്സിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ ഉരുൾപൊട്ടലും പേമാരിയുമൊക്കെ ഉണ്ടായി ആളുകൾ മരണപ്പെട്ടു എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ, സുനാമി വന്ന് ആളുകളും വസ്തുവകകളുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കേണ്ടി വന്നപ്പോൾ, കോവിഡ് എന്ന മഹാമാരി ലോകത്ത് മുഴുവൻ ഉഗ്ര താണ്ഡവമാടി ഒരുപാട് ആളുകളുടെ ജീവിതവും ജീവനുമൊക്കെ കൊണ്ടുപോയപ്പോൾ, വലിയ പ്ലെയിൻ അല്ലെങ്കിൽ ട്രെയിൻ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ, ഭൂമി കുലുക്കത്തിൽപ്പെട്ട് അനേകായിരങ്ങൾ മരണപ്പെട്ടു എന്ന് കേൾക്കേണ്ടി വന്നപ്പോൾ, ധാരാളം അനീതികളും അക്രമങ്ങളും ലോകത്ത് കൊടികുത്തി വാഴുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നപ്പോൾ, അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിനെന്താ ഇതൊന്നും കാണാൻ വയ്യേ? ദൈവം എന്താ ഉറങ്ങുകയാണോ എന്ന്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളും പേറി ഞാനും ധാരാളം അലഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആരാണ് ദൈവം അഥവാ പ്രപഞ്ചശക്തി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ആ ആത്മജ്ഞാനവും വിവേകവും എനിക്ക് കൈവന്നപ്പോൾ ആ സംശയം മാറി എന്നുള്ളതാണ്. കാരണം ഈശ്വരൻ അഥവാ ദൈവം എന്നൊക്കെ വിളിക്കുന്നത് ശരിക്കും ആരെയാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും പോലെയാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങളുമായി ഈശ്വരന്റെ പക്കലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ദൈവത്തിനാണ്. എന്നാൽ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളും പേമാരികളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നത്. അതുമല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ പേരാണോ ഈശ്വരൻ അഥവാ ദൈവം എന്ന് പറയുന്നത്? അതുമല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കലാണോ ദൈവത്തിൻ്റെ ജോലി? അത്തരത്തിലുള്ള ഒരു ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എവിടെയെങ്കിലും ഉണ്ടോ? ഉരുൾപൊട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദൈവം എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാവുന്നത് എന്ന്. അതുകൊണ്ട് അന്നത്തെ ആളുകൾ പറയുമായിരുന്നു, മലദൈവം കോപിച്ചു, അതുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടായി എന്നൊക്കെ. എന്നാൽ ഇന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് എന്നൊക്കെ. കാരണം ഇന്ന് സയൻസും ടെക്നോളജിയും ഒക്കെ അത്രയ്ക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കവും മഹാമാരിയും ഒക്കെ ഉണ്ടാവുന്നതെന്ന്, എന്തുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നും നമുക്കിന്നറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് കോവിഡ് എന്ന മഹാമാരി ഉണ്ടായിരുന്നല്ലോ. പക്ഷേ നമുക്ക് അറിയാമായിരുന്നു ആ മഹാമാരി എങ്ങനെയാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ കാരണക്കാരനായ വൈറസ് ഏതായിരുന്നു, അതിൻ്റെ ഉത്ഭവം എന്തായിരുന്നു, അത് അത്രയ്ക്കും വ്യാപിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൊക്കെ ഈശ്വരന് എന്തെങ്കിലും പങ്കുണ്ടോ? പക്ഷേ പണ്ടുകാലത്ത് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വന്നിരുന്നപ്പോൾ അതൊക്കെ ദൈവകോപമായി കണ്ട് പ്രത്യേക പൂജകളും എന്തിന് നരബലികൾ പോലും നടത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഓരോന്നിൻ്റെയും കാരണം എന്താണ്, ഓരോ അസുഖത്തിൻ്റെയും കാരണങ്ങൾ എന്താണ്, ഏത് വൈറസാണ് എന്നൊക്കെ വളരെ വ്യക്തമായി ഇന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം? ഇക്കാര്യങ്ങളിലൊന്നും ഈശ്വരന് വലിയ പങ്കൊന്നുമില്ല, മറിച്ച് നമുക്ക് പങ്കുണ്ട് എന്നുള്ളതല്ലേ. കാരണം നമ്മൾ മനുഷ്യരാണ് ഈ പ്രപഞ്ചത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ പ്ലേ ഗ്രൗണ്ടാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, ഇടപെടാൻ പാടില്ലാത്തത് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രകൃതിക്കെതിരായി, പ്രപഞ്ചത്തിനെതിരായി ഒക്കെ ആൻറ്റി നാച്ചുറലായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടികളാണ് പല ഘട്ടങ്ങളിലായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതല്ലേ യാഥാർത്ഥ്യം. അതല്ലേ ശരി? ഒന്ന് ആലോചിച്ചു നോക്കൂ. എവിടെയാണോ നിയമലംഘനം ഉണ്ടായത് അതിനുശേഷം അവിടെ ഒരു കേസുണ്ടാവും, ആ കേസിനൊരു തീർപ്പുണ്ടാവും, ഒരു ശിക്ഷാവിധി ഉണ്ടാവും എന്നത് സ്വാഭാവികം നീതിയല്ലേ. ഞാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യം മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത് കേട്ടോ. അത് വെച്ച് എന്നെ വിമർശിക്കാൻ മെനക്കെടേണ്ട. ഞാൻ ഈ യൂണിവേഴ്സൽ ലോയെയും കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ ജീവിത യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ, അപ്പോൾ എവിടെയെല്ലാമോ ചില നിയമ ലംഘനങ്ങളും കടന്നുകയറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും എന്നത് ഉറപ്പാണ്. അതിപ്പോൾ ചിലപ്പോൾ മാനസിക തലത്തിലായിരിക്കാം, ചിലത് വാക്കുകളിലൂടെ ആയിരിക്കാം, ചിലത് പ്രവൃത്തിയിലൂടെ ആയിരിക്കാം, ചിലത് പെരുമാറ്റത്തിലൂടെ ആയിരിക്കാം, ചിലത് ശരീരത്തിലൂടെ ആയിരിക്കാം, ചിലത് ധനം കൊണ്ടാവാം, അങ്ങനെ പലതരത്തിലുമാവാം. അപ്പോൾ ഏത് തലങ്ങളിലാണോ നമ്മൾ നിയമ ലംഘനം നടത്തുന്നത് അവിടെ സ്വാഭാവികമായും ഒരു കേസ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നത് ഉറപ്പല്ലേ? എന്ന് വെച്ചാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പോകുന്നത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും എന്ത് ഇൻവോൾവ്മെന്റ് ആണ് ദൈവത്തിനുള്ളത്? എന്നിട്ടും നമ്മൾ എല്ലാ പാപഭാരങ്ങളും പാവം ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടായി എന്തൊക്കെയോ സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിൽ നല്ലതുണ്ടെങ്കിൽ അത് നമ്മുടെ മിടുക്കും, അതല്ല റിട്ടേൺ വരുന്നത് മോശമാണെങ്കിൽ ദൈവത്തിൻ്റെ കുറ്റവും അല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നേട്ടങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് നമുക്ക് വേണം, കോട്ടങ്ങളുടെ എല്ലാം കാരണം ദൈവത്തിൻ്റെ നോട്ടമില്ലായ്മ അല്ലെങ്കിൽ നീതികേട്. ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ഇത് ശരിക്കും എന്ത് തരം ചിന്താധാരയും നീതിബോധവുമാണ്? ഇത് നമ്മളുടെയൊക്കെ ചില വീടുകളിൽ സംഭവിക്കുന്നത് പോലെയല്ലേ? കുട്ടികൾ നല്ലത് ചെയ്താൽ അത് എൻ്റെ മകനായതുകൊണ്ടാണ്, മകളായതുകൊണ്ടാണ്. മോശം ചെയ്താൽ നിന്റെ അല്ലേ മകൻ, പിന്നെ എങ്ങനെ ശരിയാവാനാ എന്ന് ചോദിക്കും. ശരിയല്ലേ? എല്ലാ മതവിശ്വാസങ്ങളും അനുസരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നാണ് പറയുന്നത്. പടച്ചവൻ, സൃഷ്ടാവ്, ദൈവം എന്നൊക്കെയല്ലേ നമ്മൾ ദൈവത്തെ വിളിക്കാറ്. അപ്പോൾ ദൈവത്തിന് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാ മക്കളും ഒരുപോലെയല്ലേ? ഏതെങ്കിലും ഒരച്ഛൻ ചിന്തിക്കുമോ എൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മോൾ അങ്ങ് മരിച്ചു പോയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മകൻ്റെ ബിസിനസ് തകർന്നു പോയിക്കോട്ടെ, ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ ഏതെങ്കിലും അച്ഛനും അമ്മയും ചിന്തിക്കുമോ? സാധാരണ ലോജിക്ക് ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമോ? അപ്പോൾ സാധാരണക്കാരായ ഈ ഭൂമിയിലെ ഒരു അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പരമമായ വിസ്ഡം ഉള്ള ഒരാൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അപ്പോൾ ഈ മുഴുവൻ വിശ്വത്തിലുമുള്ള എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവ്, അതോറിറ്റി അല്ലെങ്കിൽ എല്ലാ ആത്മാക്കളുടെയും പിതാവ് എപ്പോഴെങ്കിലും ചിന്തിക്കുമോ എൻ്റെ കുറച്ച് മക്കൾ വൈറസ് ബാധിച്ച് മരിച്ചു പോയിക്കോട്ടെ, കുറേ ആൾക്ക് ബിസിനസ്സിൽ നഷ്ടം വന്നോട്ടെ, കുറച്ചും ലക്ഷക്കണക്കിന് മക്കൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ? ഇതൊന്നും ദൈവത്തിൻ്റെ ഇച്ഛയാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ജീവിതമാകുന്ന നാടകശാലയിൽ നമ്മൾ നമ്മളുടേതായ റോളുകൾ അഭിനയിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ നാടകശാലയിലുള്ള പൊതുവായ ചില നിയമവ്യവസ്ഥകളിൽ പലതും ലംഘിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ നാടകശാലകൾക്കും അതിൻ്റെതായ നിയമമുണ്ട്. അതിനനുസരിച്ച് ഇവിടെ നാടകം നടക്കുകയാണ്. ഇവിടെ നമ്മൾ നാടകം കളിക്കുകയാണ്. അതിൽ നമ്മളിൽ ഏത് അഭിനേതാവ് ഏത് സമയത്ത് രംഗത്ത് വരണം, ഏത് സമയത്ത് അപ്രത്യക്ഷമാകണം എന്നതൊക്കെ ഈ നാടകത്തിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ ഇതിന് വിധേയമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ദൈവത്തെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുമുണ്ടല്ലോ ചിലർ, എന്തു സംഭവിച്ചാലും മറ്റാരുടെയെങ്കിലും തലയിൽ കുറ്റം ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, എന്തിനേയും ഏതിനേയും വിമർശന ബുദ്ധിയോടെ മാത്രം കാണുക, ആരെയും പരിഹസിക്കുക ഒക്കെ ചെയ്യുന്നവർ. ഇതൊക്കെ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ പരിഹാസങ്ങളും അനാവശ്യ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമൊക്കെ ആരുടെയൊക്കെ മനസ്സുകൾക്കാണോ വേദന കൊടുക്കുന്നത് അത് അതേപോലെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതൊരു സാധാരണ കോസ്മിക് ലോ ആണല്ലോ. വേദന കൊടുത്താൽ വേദന കിട്ടും, ഉറപ്പാണ്. പലിശ സഹിതം തിരിച്ചു കിട്ടും. അതിന് പിന്നെ ഈ പ്രപഞ്ചശക്തിയെ അഥവാ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. കാരണം കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ. കൊടുക്കുന്നത് ഈശ്വരനല്ലല്ലോ, നമ്മളല്ലേ. അപ്പോൾ പിന്നെ നമുക്കല്ലേ തിരിച്ചു കിട്ടൂ. പ്രകൃതിയെയും ആവാസ വ്യവസ്ഥകളെയും തകർക്കുകയും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുകയും ആൻറ്റി നാച്ചുറലായി ജീവിക്കുകയും ചെയ്യുന്നതൊക്കെ ഈശ്വരനല്ലല്ലോ, നമ്മളല്ലേ.
അപ്പോൾ പിന്നെ നമുക്കല്ലേ തിരിച്ചു കിട്ടൂ? അതിൽ ഈശ്വരന് എന്ത് റോളാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ ആരാണ് ഈ ഈശ്വരൻ, പ്രപഞ്ചശക്തി എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് അറിവിൻ്റെ കടലാണ്, സ്നേഹത്തിൻ്റെ നിറകുടമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഞാനിത് പറയുമ്പോൾ ഇന്ന് പല ആരാധനാലയങ്ങളിലും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ദൈവങ്ങളെ പറ്റി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അത് കടലോളം തർക്കങ്ങളുള്ള മറ്റൊരു വിഷയമാണ്. അതിനെപ്പറ്റി വിശദമായി പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാൻ ഈശ്വരൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ആത്മാക്കളുടെയും കേന്ദ്രമായ പരമാത്മാവ് എന്ന സങ്കല്പത്തെക്കുറിച്ചാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ പരമാത്മാവ്, ആ ഈശ്വരൻ നമ്മളെയൊക്കെ ഈ നാടകശാലയിലേക്ക് പലവിധ വേഷങ്ങൾ തന്ന് പറഞ്ഞയക്കുമ്പോൾ നമ്മളിവിടെ ആടിത്തീർക്കേണ്ട റോളുകളെ പറ്റിയും വേഷങ്ങളെ പറ്റിയും അതിനുള്ള എല്ലാ നിയമങ്ങളെ പറ്റിയും ഒക്കെ ഉള്ള എല്ലാ അറിവുകളും നിറച്ചാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ അച്ഛനും അമ്മയും മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന വഴിക്കൂടെ പോകണം, ഇന്നതുപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അയക്കാറില്ലേ? ഇന്നത് ചെയ്യരുത്, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു വിടുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മകളെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ആ മകൾക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തു വിടാറില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ജീവിതപാതയിൽ ഓരോരോ ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്നതിനെ പറ്റിയൊക്കെയുള്ള വ്യക്തമായ അറിവുകളും നിറച്ചായിരുന്നു നമുക്കൊക്കെ ഈ ജന്മം തന്ന് ഇങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ നമ്മളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ആ അറിവുകളെ നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് മായിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലഭിച്ച ആ വെളിച്ചം നമ്മൾ തന്നെ ഊതിക്കെടുത്തിയിട്ട് ഈശ്വരനെ പഴിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ദുരന്തങ്ങളെ നേരിടാൻ നമുക്ക് ആന്തരികമായ ഒരു തയ്യാറെടുപ്പ് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈശ്വരൻ നമുക്ക് വേണ്ട എല്ലാ അറിവുകളും നിറച്ചാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അത് ഇപ്പോഴും നമുക്ക് നൽകുന്നുമുണ്ട്. അത് ഗീതയായിട്ടാണെങ്കിലും ഖുറാനായിട്ടാണെങ്കിലും ബൈബിളായിട്ടാണെങ്കിലും അതുപോലെയുള്ള എല്ലാ ധർമ്മ ഗ്രന്ഥങ്ങളിലും മനുഷ്യൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ധർമ്മ ഗ്രന്ഥങ്ങളിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? സ്നേഹം, ശാന്തി, സത്യത, നീതി, ഇതൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ നീതി മാർഗത്തിലൂടെയൊക്കെയാണോ നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല എന്നുള്ളതല്ലേ ഉത്തരം. അപ്പോൾ പിന്നെ അനന്തരഫലം അനുഭവിക്കുമ്പോൾ മാത്രം ഈശ്വരനെ പഴിച്ചിട്ട് എന്താണ് കാര്യം? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പഴികൾ കേൾക്കാനോ ആരെയെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഒക്കെ മാത്രമായി അങ്ങനെ ഒരു ദൈവം ഈ ലോകത്ത് എവിടെയും ഇല്ല എന്നതാണ് പരമമായ സത്യം. അത് വലിയൊരു ടോപ്പിക് ആയതിനാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാ ആളുകൾക്കും ധർമ്മ പാതയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.